നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയോട് ഇന്ന് രാവിലെ 11 മണിക്കാണ് കൊച്ചി കടവന്ത്രയിലെ ഓഫീസിൽ ഹാജരാകാനായി ED സമൻസ് അയച്ചത്. ഈ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ കേരളത്തിൽ പലരും കരുതിയിരുന്നതാണ് എന്തായാലും എന്തെങ്കിലും വരട്ടു ന്യായങ്ങൾ പറഞ്ഞ് വീണ ഇന്ന് ED ഓഫീസിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാകുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. മിനിഞ്ഞാന്ന് ഇമെയിൽ മുഖേന തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് തനിക്ക് ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്നും കാട്ടി വീണ EDക്ക് മെയിൽ അയച്ചു. അതുമാത്രമല്ല, ED ഒരു ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. ആ ചോദ്യാവലിയുടെ ഉത്തരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും ED ആവശ്യപ്പെട്ട രേഖകളും അഭിഭാഷകർ മുഖേന ഇന്ന് ഹാജരാക്കുമെന്ന് കൂടി വീണ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ED ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 11 മണിക്കാണ് വീണ EDയുടെ ഓഫീസിൽ ഹാജരാകേണ്ടിയിരുന്നത്. 11 മണിക്ക് ED ഓഫീസിൽ ഹാജരായില്ലെങ്കിൽ ഒരുപക്ഷെ അവർ അടുത്തൊരു തീയതിയിലേക്ക് വീണയ്ക്ക് ഹാജരാകാനായി നോട്ടീസ് അയക്കും. അത് എന്തായാലും വീണയ്ക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു അസൗകര്യം പറഞ്ഞ് ഒഴിവാകാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള അടുത്ത നടപടികളിലേക്ക് EDക്ക് പോകാൻ കഴിയും. എന്തായാലും ഇന്ന് വീണ ഹാജരാകാത്തത് കൊണ്ട് ED അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷേ അടുത്ത തവണ കൂടി ഇത്തരത്തിൽ ആവർത്തിച്ചാൽ അവർക്ക് ആ മാർഗം സ്വീകരിക്കേണ്ടി വരും. വീണ മാത്രമല്ല, ഈ കേസിലെ മറ്റൊരു പ്രതിയായ കരിമണൽ കർത്ത ശശിധരൻ കർത്തയും ഇന്ന് തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് കാട്ടി ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്ന് കാട്ടി EDക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. അഭിഭാഷകർ മുഖേന EDയുടെ ചോദ്യങ്ങളുടെ ഉത്തരവും രേഖകളും വീണ EDയുടെ ഓഫീസിൽ എത്തിച്ചാലും അത് ED ഉദ്യോഗസ്ഥർ കൈപ്പറ്റണമെന്നില്ല. പകരം അവർ മറ്റൊരു ദിവസത്തേക്ക് ഹാജരാകാനായി വീണയ്ക്ക് നോട്ടീസ് അയക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇത് വീണയെയും പിണറായി വിജയനെയും സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി കാലഘട്ടം തന്നെയാണ്. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്നാണ് വീണയുടെ അച്ഛനും പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും ഒക്കെയായ പിണറായി വിജയന്റെ ആപ്തവാക്യം. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മകൾ ED ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകാത്തത് എന്നുള്ള കാര്യത്തിൽ ഉത്തരം പറയാൻ പിണറായി വിജയൻ ഒരിക്കലും കഴിയില്ല. വീണയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. വീണയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും തിരുവനന്തപുരത്തോ കണ്ണൂരോ ഉള്ള വീണ അവർക്ക് കൊച്ചി വരെ വരാൻ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടെന്ന് ആരും കരുതുന്നില്ല. എന്തായാലും ED ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ വീണ പതറുമെന്നുറപ്പാണ്. തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ വീണയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 2,78,00,000 രൂപ CMRL നിന്ന് കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടും അതെന്തിനാണ് കൈപ്പറ്റിയത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കൊടുക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് മൊഴിയെടുക്കാൻ വന്നപ്പോൾ ഈ സ്ഥിതിയാണെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അതിൻ്റെ ശൈലിയൊക്കെ മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ഇനി ചോദ്യം ചെയ്യലിൽ ഹാജരായാൽ അവിടെ നിന്ന് അടുത്ത നടപടി എന്താണ് എന്നുള്ളൊരു ഭയം വീണയ്ക്കുണ്ടാകാം. എന്ന് മാത്രമല്ല, ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്ത് വീണയ്ക്ക് പരിചയമില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്വാശ്രയ കോളേജിനെതിരെ SFI കേരളത്തിൽ സമരം നടത്തിയപ്പോൾ അതേ വർഷം കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജിൽ പിണറായി വിജയൻ തൻ്റെ മകളെ ചേർത്ത് പഠിപ്പിച്ചതാണ്. അന്ന് പോലും പ്രവേശന പരീക്ഷ എഴുതാതെയാണ് വീണ അവിടെ പ്രവേശനം നേടിയത്. അവിടെ ഈ കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങിയതിനു ശേഷം രവി പിള്ളയുടെ കമ്പനിയിൽ വലിയ ഉയർന്ന ശമ്പളത്തിൽ അവർ ജോലി നേടി. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളിലൂടെയൊന്നും വീണ കടന്നു പോയിട്ടില്ല. അവർക്ക് എപ്പോഴും സുഖ സൗകര്യങ്ങളുടെ ഒരു ലോകത്തായിരുന്നു പിണറായി വിജയൻ്റെ മകൾ വീണ. ഒരിക്കലും വീണയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളെയൊന്നും തരണം ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ മൊഴിയെടുക്കാൻ തന്നെ ED ഉദ്യോഗസ്ഥർ വന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായി വന്നിട്ട് പോലും അവിടെ അച്ഛനുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്, പോലീസുണ്ട്. അങ്ങനെയുള്ള പോലീസ് എന്തായാലും സർക്കാർ മാറിയതുകൊണ്ട് പോലീസിൻ്റെ കൂടെ എന്തായാലും അവരോടൊപ്പം നിൽക്കില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ അച്ഛനുണ്ട്, അച്ഛനോടൊപ്പം പാർട്ടി പ്രവർത്തകരുണ്ട് എന്നുള്ളൊരു ആശ്വാസവും ധൈര്യവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പിന്നീട് പാളിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പിണറായി വിജയനോടുള്ള അമിതമായ ആവേശവും ആരാധനയും മൂത്താണ് 300ഓളം വരുന്ന അന്തം കമ്മികൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും വധിക്കാനും ശ്രമിച്ചത്. അതിൽ 26 പേർ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ്. പിണറായി വിജയനെയും വീണയും സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. ED ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടും അവർ മറ്റൊരു സമൻസ് അയക്കുകയോ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. EDയുടെ ആ മൗനമാണ് ഇവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അടുത്തൊരു ദിവസം
എന്തായാലും വീണയ്ക്ക് സമൻസ് അയക്കും. അതാണ് ഇ ഡിയുടെ ചട്ടം. ഇന്ന് വീണ ഹാജരായില്ലെങ്കിൽ മറ്റൊരു ദിവസം ഹാജരാകാനായി ഇ ഡി വീണയ്ക്ക് സമൻസ് അയക്കും. അതാണ് അവരുടെ ഒരു ചട്ടം. പക്ഷേ എന്നിട്ടും ഹാജരായില്ലെങ്കിൽ വീണ്ടും കടുത്ത നടപടികളിലേക്ക് പോകും. ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്ത് പരിചയമില്ലാത്ത വീണയ്ക്ക് ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം യാതൊരു ഉറപ്പുമില്ല. ഇനി സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് വരെ ഇ ഡി നീങ്ങാം. അത് കഴിഞ്ഞാൽ അറസ്റ്റ് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും വീണയെയും പിണറായി വിജയനെയും സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി കാലമാണ്. ഇ ഡിയുടെ അടുത്ത നടപടി എന്താണെന്ന് ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹം.